നമസ്കാരം, അക്ഷയ മലയാളിയിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ ക്ഷേമ പെൻഷൻ സംബന്ധിച്ചതാണ്. അതായത് ഈ മാർച്ച് മാസത്തെ വിതരണത്തിൽ 2 ഗഡുക്കൾ ഉണ്ടെന്നോ 4000 രൂപയോളം ലഭിക്കുമെന്നോ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിലൂടെ 3 ഗഡുക്കൾ വിതരണം ചെയ്യുന്നതായി ബന്ധപ്പെട്ട സർക്കാരിന്റെ അറിയിപ്പ് നൽകിയിരുന്നു. അതുമാത്രമല്ല, മറ്റു ചില ചാനലുകൾ അത്തരത്തിലുള്ള വാർത്തകളിൽ തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ലഭിക്കേണ്ട 3 മാസത്തെ പെൻഷൻ തുക മുടങ്ങാതിരിക്കേണ്ടതിന് പ്രത്യേക ഉത്തരവിറക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ ചിലപ്പോൾ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ താൽക്കാലിക തടസ്സങ്ങൾ ഉണ്ടാകാം. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് മുൻകൂട്ടി ഉത്തരവ് നൽകിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ പോലുള്ള സാമൂഹ്യ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ചിലപ്പോൾ തീയതികൾ മാറ്റങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ തുക പിന്നീട് ലഭിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം. അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് 3 മാസത്തിലേക്കുള്ള പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ മാസങ്ങളുടെയും അവസാന ആഴ്ചകളിൽ ഫണ്ട് അനുവദിച്ച് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കോ കൈകളിലേക്കോ തുക വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് 3 മാസത്തെ തുക ഒരുമിച്ച് നൽകണമെന്നല്ല ഇതിന്റെ അർത്ഥം. ചില ചാനലുകൾ 2 മാസത്തെ തുക ഒരുമിച്ച് ലഭിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. 2000 രൂപ വീതം 3 ഗഡുക്കളായി 3 മാസങ്ങളിലായിരിക്കും നമുക്ക് ലഭിക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് സിലിണ്ടറുകളുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ എല്ലാ ഗ്യാസ് കണക്ഷനുകൾക്കും ഇലക്ട്രോണിക് KYC ഒരിക്കലെങ്കിലും പൂർത്തീകരിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം പിന്നീട് റീഫിൽ ചെയ്യുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ ഈ KYC ചെയ്യുന്നതിനുള്ള അവസാന തീയതി പൊതുവായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഉജ്ജ്വലോചന ഗ്യാസ് കണക്ഷൻ ഉള്ളവർ മാർച്ച് 30-നകം ഈ KYC പൂർത്തീകരിക്കേണ്ടതാണ്. സബ്സിഡിയോടുകൂടിയുള്ള 14.2 കിലോഗ്രാം ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുന്നവർ എല്ലാവരും ഈ KYC പൂർത്തീകരിക്കണം. ഇപ്പോൾ സിലിണ്ടറുകളുടെ വില ഏകദേശം 900 രൂപയ്ക്ക് മുകളിലാണ്. ബന്ധപ്പെട്ട ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് പോയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ വഴിയോ KYC പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഗ്യാസ് കണക്ഷന്റെ ഉടമ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടമസ്ഥാവകാശം മാറ്റുന്ന നടപടികൾ നിർബന്ധമായും പൂർത്തിയാക്കേണ്ടതാണ്. അതിനുശേഷം പുതിയ ഉടമയുടെ പേരിൽ KYC ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ പുതുക്കലുമായി ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ ആധാർ പുതുക്കൽ സംബന്ധിച്ച് 5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയും അതോടൊപ്പം 15 വയസ്സ് വരെ എത്തുന്ന സമയത്ത് ബയോമെട്രിക് അപ്ഡേഷൻ നിർബന്ധമായും നടത്തണം. സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ സർട്ടിഫിക്കറ്റുകൾ, പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, സ്കോളർഷിപ്പുകൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് പുതുക്കിയ ആധാർ ആവശ്യമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും ആധാർ സേവാ കേന്ദ്രങ്ങളിലൂടെയും സൗജന്യ ബയോമെട്രിക് അപ്ഡേഷൻ നടത്താൻ കഴിയും. രക്ഷിതാക്കൾ ഈ കാര്യങ്ങൾ മുൻകൈയെടുത്ത് എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതാണ്. അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങളുടെ വിതരണം തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അക്കൗണ്ട് ആക്റ്റീവ് അല്ലെങ്കിൽ അത് വീണ്ടും ആക്റ്റീവ് ആക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. KYC ചെയ്യാത്തതിനാൽ ചില ബാങ്ക് അക്കൗണ്ടുകൾ ഇനാക്റ്റീവായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയാലും അത് പിന്നീട് പിൻവലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. അത്തരം സാഹചര്യങ്ങളിൽ സ്കോളർഷിപ്പ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിലും തടസ്സങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് സ്കോളർഷിപ്പിൽ പേരുണ്ടായാലും ആനുകൂല്യം ലഭിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്ന് കൃത്യമായി പരിശോധിക്കുകയും ആവശ്യമായ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.